ഹേ ഗേസ്, വെൽക്കം ബാക്ക് ടു വണ്ടർ വേൾഡ് മലയാളം. നമ്മളിന്നൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. നമ്മളിന്ന് രാവിലെ പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. സുന്ദരപാണ്ഡ്യപുരത്തേക്കാണ് പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, പക്ഷെ അത് 4 വർഷം മുമ്പാണ്. ഇപ്പോൾ പോകുന്ന റോഡ് കണ്ടോ ഗേസ്, ഇതൊരു കാട്ടിലൂടെയുള്ള റോഡാണ്. വേറൊരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ലാത്ത റോഡാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ഈ സ്ഥലമേതെന്ന് മനസ്സിലായെങ്കിൽ അത് കമൻറ്റ് ചെയ്തേക്കണേ. സ്ഥലമേതാണെന്നോ? പാലക്കാട് തെങ്കാശിയിലേക്ക് പോകുന്ന വഴിയിൽ 13 ആർച്ചുകളുള്ള ഒരു റെയിൽവേ പാളമാണ്. ഇവിടെ വെച്ച് മലയാളം, ഹിന്ദി, തമിഴ് അങ്ങനെ പല പല ഭാഷകളുള്ള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാലം ബ്രിട്ടീഷ് കാലത്ത് പണിത പാലമാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള പാലമാണിത്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയില്ല. ഗെയ്സ്, ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എസ് വളവിലേക്കാണ്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എസ് വളവിലേക്ക് എത്തിയപ്പോൾ തന്നെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയൊക്കെ ചെറുതായിട്ട് നീങ്ങി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എസ് വളവ് ഇറങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഗെയ്സ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തമിഴ്നാടാണ്. കണ്ടില്ലേ, 2 സൈഡിലും പാടകൾ നിറഞ്ഞു നിൽക്കുന്നത്. കേരളത്തിലുള്ളതിനേക്കാൾ തെങ്ങുകൾ ഇവിടെയുണ്ട്. ഇവിടെ റോഡിൽ കിടക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ ഗെയ്സ്? ഈ ചോളമാണ് റോഡിൽ ഉണക്കാൻ ഇട്ടിരിക്കുന്നത്. ഇത് മനുഷ്യർക്ക് തിന്നാനാണോ മൃഗങ്ങൾക്ക് കൊടുക്കാനാണോ എന്നൊന്നും അറിയില്ല. വണ്ടികളെല്ലാം ഇതിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. നമ്മളങ്ങനെ സൂര്യകാന്തി പാടം അന്വേഷിച്ച് പോകുകയാണ്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ഗ്രാമങ്ങൾക്കിടയിലൂടെയുള്ള ഒരു റോഡിൽ കൂടെയാണ്. അങ്ങനെ നമ്മൾ കുറേ നേരത്തിന് ശേഷം ഒരു സൂര്യകാന്തി പാടം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പാടത്ത് മാത്രമേ സൂര്യകാന്തി കൃഷിയുള്ളൂ. നമ്മൾ 4 വർഷം മുമ്പ് ഇവിടെ വന്ന സമയത്ത് നിറച്ചും സൂര്യകാന്തികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നുമില്ല. ഇവിടെ വേറെയും കുറേ പാടങ്ങളുണ്ട്, പക്ഷെ അത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തല്ല. ഇവിടെ കുറേ സൂര്യകാന്തികൾ കാണുമെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത്, പക്ഷെ അത്രയ്ക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇതൊരു ചെറിയ പാടമാണെങ്കിൽ പോലും ഇവിടെ ഇറങ്ങണമെങ്കിൽ 20 രൂപയാണ് പാസ്. നമ്മളിവിടെ എന്തിനാണ് സൂര്യകാന്തി പാടം കാണാൻ വരുന്നത്? ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള വൈബൊക്കെ ഇവിടെ ഉണ്ട്. ഈ പൂവൊന്നും പറിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാറ്റത്ത് സൂര്യകാന്തികൾ കിടന്ന് ആടുന്നത് കാണാൻ നല്ല രസമുണ്ട്. നമ്മളിവിടെ വന്ന സമയത്ത് അത്രയ്ക്ക് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ നേരത്ത് ഇഷ്ടംപോലെ സൂര്യകാന്തികൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പക്ഷേ അത് ഒരു പാടത്ത് മാത്രമുള്ളതാണ് കേട്ടോ. ഇത് സൂര്യകാന്തി പാടത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ഒരു പാടമാണ്. ഇവിടെ തക്കാളി, സവാള അങ്ങനെ പല പല കൃഷികൾ ചെയ്യുന്നുണ്ട്. ഗെയ്സ്, ഇതൊക്കെ സവാളയാണ് കേട്ടോ. ഇവിടെ സൂര്യകാന്തി പാടം കാണാൻ വന്നവരാരും ഇത് കാണാൻ പോകുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ നമ്മളിവിടെ വന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ ഈ കൃഷിയും കൂടെ കണ്ടേക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ തക്കാളികളാണ്. ഈ പാടം കൃഷി ചെയ്യുന്ന ആൾ നമ്മളോട് തക്കാളി പറിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ഈ തക്കാളികളിൽ മരുന്നടിച്ചിട്ടില്ല, അതുകൊണ്ട് മിക്ക തക്കാളികളും കേടായിരുന്നു. എന്നാലും നമ്മൾ 2-3 പറിച്ചു. കേട് മുറിച്ച് കളഞ്ഞിട്ട് കഴിക്കാമല്ലോ. മരുന്നടിച്ചത് കഴിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ഇത്. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേറെയും കുറേ സൂര്യകാന്തി പാടങ്ങളുണ്ടെന്ന്. പക്ഷെ നമ്മൾ അവിടേക്കൊന്നും പോയില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഫോട്ടോസൊക്കെ കിട്ടിയല്ലോ, അതുകൊണ്ട് നമ്മളങ്ങോട്ട് പോയില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് സൂര്യകാന്തി പാടങ്ങളൊക്കെ കണ്ടായിരുന്നു. പക്ഷെ അതും ഇവിടെ കണ്ടതിൻ്റെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചില പാടങ്ങളിൽ ഇറങ്ങാൻ വേണ്ടി പാസ് ഇല്ല കേട്ടോ. ഗെയ്സ്, റൈറ്റ് സൈഡിൽ കണ്ടോ ഒരു സൂര്യകാന്തി പാടം? നമ്മൾ ഇറങ്ങിയ പാടത്തിൻ്റെ അത്ര പൂക്കളെ ഈ പാടത്തും ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആരും കാണാനൊന്നും ഇല്ലായിരുന്നു. ഗെയ്സ്, അടുത്ത് നമ്മൾ പോകുന്നത് സുരണ്ടേ മാർക്കറ്റിലേക്കാണ്. ഇതാണ് ഗെയ്സ് സുരണ്ടേ മാർക്കറ്റ്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ളൊരു മാർക്കറ്റാണ്. നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയാണ് ഇവിടെ ഇറങ്ങിയത്.
നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ വാങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ ഒരൊറ്റ കട പോലും ഇവിടെ ഇല്ല. നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചത് ചെങ്കോട്ടയിൽ വന്നിട്ട് റഹ്മത്ത് ഹോട്ടലിൽ നിന്നാണ്. അത് യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴോ ഒടുക്കത്തെ തിരക്ക്. പക്ഷേ പേര് കേട്ട അത്ര നിലവാരമൊന്നും ആ റെസ്റ്റോറൻറ്റിന് ഇല്ലായിരുന്നു. നമ്മൾ ഏകദേശം 1 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഫുഡ് കിട്ടിയത്. പിന്നെ എനിക്ക് അവിടെ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല വിശപ്പായതുകൊണ്ട് ഫോൺ വണ്ടിക്കകത്ത് വെച്ച് മറന്നുപോയി. നമ്മളവിടെ നിന്ന് ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെയാണ് കഴിച്ചത്. പക്ഷേ ഇവിടുത്തെ അത്രയും ടേസ്റ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.